സ്പൈസാനറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു അടിപൊളി ഫ്യൂഷൻ ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജാപ്പനീസ് ചില്ലി പ്രോൺസ് കറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു കേരള കോക്കനട്ട് മിൽക്ക് വേർഷനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എന്നും പ്രോൺസ് റോസ്റ്റോ അല്ലെങ്കിൽ കറിയൊക്കെ വെച്ച് കഴിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് 6 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ടൈഗർ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളത്. നിങ്ങൾക്ക് അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഏത് പ്രോൺസ് യൂസ് ചെയ്യാം. ഇനി ഇത് ഹെഡെല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. ഇത് ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഫുള്ള് സൈസിൽ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയായ പ്രോൺസ് വളരെ സിമ്പിളായിട്ടൊരു മാരിനേഷൻ ചെയ്ത് വെച്ചതാണ്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഇത്രയും ചേർത്ത് അതിന്റെ മേളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. 15 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്. വളരെ ചെറിയ ചെറിയുള്ളി ആയതുകൊണ്ടാണ് 15 എടുത്തിരിക്കുന്നത്. വലിയ ചെറിയുള്ളി ആണെങ്കിൽ 8 10 ചെറിയുള്ളി എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 6 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി രണ്ടും ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്. നല്ല റെഡ് കറി ആയതുകൊണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതിന്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് അവസാനം നമ്മൾ കടുക് പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ സ്മോക്ഡ് പാപ്രിക്ക. അത് അവൈലബിൾ അല്ലെങ്കിൽ ഓപ്ഷനിലാണ്, ഒഴിവാക്കാവുന്നതാണ്. അതെല്ലാം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സാധാ ഉണക്കമുളക് അടുപ്പത്ത് വെച്ചൊന്ന് പുകച്ചെടുത്ത് പൊടിച്ചെടുത്താൽ മതി. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര്, അതല്ല യോഗട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, 1/4 ടീസ്പൂൺ സോയാ സോസ്, 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ശർക്കര. അതിന്റെ എരിവൊന്ന് ബാലൻസ് ചെയ്യാനാണ്. കടുക് പൊട്ടിക്കുന്നത് പോലെ ഓയിൽ താളിക്കാൻ വേണ്ടിയിട്ട് സാധാ വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് ഒരു വലിയ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സാധനം എല്ലാം ഓരോന്നായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പ്രോൺസ് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്ന അതിലേക്ക് മാരിനേറ്റ് ചെയ്ത പ്രോൺസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 2-3 മിനിറ്റ് ഒരു സൈഡ്, അതിനുശേഷം മറിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡും കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിന്റെ കളറെല്ലാം മാറി ഒന്ന് റെഡായി വരുന്നത് വരെ 2-3 മിനിറ്റോളം ഒരു സൈഡ് വെച്ച ശേഷം മറിച്ചിടുന്നുണ്ട്. ഒരു സൈഡ് മറിച്ചിട്ട് ഇനി വീണ്ടും 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്രോൺസ് ഒരുപാട് കുക്ക് ചെയ്ത് റബ്ബറി ആക്കി കളയരുത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. അടുത്ത് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്ന അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് അതിന്റെ കൂട്ടത്തിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ചൂടായി വന്ന ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചേർത്ത ചെറിയ ഉള്ളി കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നവരെ ഇതും കുക്ക് ചെയ്തെടുക്കണം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കാശ്മീരി ചില്ലി പൗഡർ, കൊറിയൻഡർ, പാപ്രിക്ക, സ്മോക്ഡ് പാപ്രിക്ക, അതില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണക്കമുളക് പുകച്ച് പൊടിച്ചത്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ട് വേണം ചേർക്കാൻ. നന്നായിട്ട് ഇളക്കുക. ഒരു 20 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. 20 സെക്കൻഡിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇത് നന്നായി തിളച്ചു വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം. നന്നായി തിളച്ചു തുടങ്ങിയ ഫ്ലെയിം വീണ്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഇനി ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതൊന്ന് തിളച്ച് വരുന്നവരെ വീണ്ടും വെയിറ്റ് ചെയ്യുക. ആയിട്ട് തിളച്ച് തുടങ്ങിയ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചതിലേക്ക് 1 ടീസ്പൂൺ തിക്കായിട്ടുള്ള കേർഡ് അല്ലെങ്കിൽ യോഗട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്യുക. ചെറുതായിട്ട് തിള വന്നു തുടങ്ങി അതിലേക്ക് പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി 2-3 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സാധാ സൺഫ്ലവർ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വന്ന് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കളറൊന്ന് മാറി വന്ന് അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ചട്ടിനി യൂസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു പാനിലേക്ക് ആ ഗ്രേവി മാത്രം മാറ്റുകയാണ്. ഇനി കറിയിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ചില്ലി ഓയിൽ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.